ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിഷ റെസിപ്പീസിലേക്ക് സ്വാഗതം. വീണ്ടും ഒരു ഡിസംബർ മാസം വന്നിരിക്കുകയാണല്ലോ. എല്ലാവരും ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങുകയാണെന്നറിയാം. അപ്പോൾ ഞാൻ ഇന്നിവിടെ ഒരു ക്രിസ്മസ് പാൻകേക്കാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് എന്ന് നോക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനിൽ കൂടി പ്രസ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിലെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. 2 മിനിറ്റ്സ് മതി ഇത് തയ്യാറാക്കാൻ. അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ ക്രിസ്മസ് സീരീസ് ആയിട്ട് കുറേ ഡിഷസ് വിടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതിനകത്ത് നോൺ വെജ് ഐറ്റംസും വെജ് ഐറ്റംസും ഉണ്ടാവും. ഇത് രണ്ടും ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. പിന്നെ അതുകൂടാതെ ഡെസേർട്ട്സും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇത് കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണം. പ്രത്യേകിച്ച് ഇത് ക്രിസ്ത്യൻസിനെ സംബന്ധിച്ച് നോയമ്പ് കാലമാണ്. അപ്പോൾ അവർക്ക് വേണ്ടി വെജിറ്റേറിയൻ ഡിഷസും ഞാൻ ചെയ്യുന്നുണ്ട്. നമുക്കിനി പാൻകേക്കിൻ്റെ ഇൻഗ്രീഡിയൻസിലേക്ക് കടക്കാം. ഇതിനായിട്ട് 1 കപ്പ് മൈദയാണ് ഞാൻ എടുത്തിരിക്കുക. മൈദ ഇഷ്ടമില്ലാത്തവർക്ക് ഗോതമ്പ് പൊടിയായാലും യൂസ് ചെയ്യാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കണം. അതുകൂടാതെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർക്കണം. ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ വേറൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മെൽറ്റഡ് ബട്ടർ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. മധുരം ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട്. ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് നമുക്ക് കൂട്ടി കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതായത് ആ പഞ്ചസാര നന്നായിട്ട് ഡിസോൾവ്ഡ് ആയിട്ട് വരണം. അല്ലെങ്കിൽ പഞ്ചസാര പൊടിച്ച് ചേർത്താലും മതി. ഇതിലേക്ക് ഇനി നമുക്ക് ചേർക്കാനുള്ളത് കുറച്ച് പാലാണ്. ഞാനിവിടെ 1 കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. അത് മുഴുവനും കൂടെ നമ്മൾ ആഡ് ചെയ്യേണ്ട കാര്യമില്ല. ആദ്യമേ നമ്മളൊരു 3/4 കപ്പ് പാല് ഇതിലേക്ക് ഒഴിച്ച് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക. ബാക്കി പാല് നമ്മൾ ചേർക്കുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ഡ്രൈ ഇൻഗ്രീഡിയൻസും കൂടെ ഇതിനോട് ചേർന്നതിന് ശേഷം ആവശ്യത്തിന് ലൂസാക്കാൻ വേണ്ടിയാണ് ബാക്കി പാല് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. ഇനി ഈ മിക്സിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ആഡ് ചെയ്യാം. എല്ലാം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ കൂട്ടിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുക്കണം. ഒന്നിച്ച് നമ്മൾ ചേർത്ത് കൊടുക്കില്ല, അപ്പോൾ കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുത്ത് ഇതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഈ ബാറ്റർ ഒരുപാട് തിക്കാകാനും പാടില്ല, ഒരുപാട് ലൂസാകാനും പാടില്ല. അപ്പോൾ തിക്നെസ് കൂടുതലായിട്ട് വരുമ്പോഴാണ് നമ്മൾ ആ ബാക്കി ഇരിക്കുന്ന പാല് കുറേശ്ശെ ചേർത്ത് കൊടുക്കണം. അതിൻ്റെ ആ തിക്നെസ്സിൻ്റെ ഇതനുസരിച്ച് നമ്മൾ പാലൊഴിച്ച് ലൂസാക്കി കൊടുക്കണം. ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇത് ഒരുപാട് ലൂസാവില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു സ്പൂണിൽ നമ്മൾ ഒഴിച്ചാൽ ജസ്റ്റ് അത് വിട്ടുപോകുന്ന പാകം അത്രയും മതി. ഒരുപാട് ലൂസായി പോയാൽ ഇത് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ആ ഉദ്ദേശിക്കുന്ന രീതിയിൽ പാൻകേക്ക് ശരിയായി വരില്ല. നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഒരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ട് അത് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമ്മുടെ ചെറുതായിട്ടൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മുടെ ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതാണ് ആ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി. ഇത് ഒരുപാട് ലൂസായിട്ട് പോകാനും പാടില്ല, എന്നാൽ ഒരുപാട് തിക്കാവാനും പാടില്ല. ചെറിയ ബബിൾസൊക്കെ വന്നിട്ടുണ്ട്. ആ ബബിൾസ് വന്ന് കഴിയുമ്പോൾ നമുക്കിത് മറിച്ചിട്ട് മറ്റേ വശവും ഇതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് എടുത്ത് സർവിംഗ് ഡിഷിലേക്ക് മാറ്റാം. ലോ ഫ്ലെയിമിൽ നമ്മൾ കുക്ക് ചെയ്തെടുക്കാവുള്ളൂ. നമ്മുടെ പാൻകേക്സൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ മുകളിൽ ടോപ്പിങ്ങിനായിട്ട് ഹെർഷേയ്സിൻ്റെ കാരമൽ സിറപ്പാണ് യൂസ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും നമുക്കിതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്യാം. ഹണിയോ ബട്ടറോ ഒക്കെ നമുക്കിത് ഇതിൻ്റെ കൂടെ നമുക്ക് സ്പ്രെഡ് ചെയ്യാം. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. കുറച്ച് സമയമേ ഇതിന് വേണ്ടുള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനിൽ കൂടി പ്രസ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ക്രിസ്മസ് സീരീസിലൂടെ നല്ല നല്ല റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ.